ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈശോയുടെ ജനന സമയത്ത് മാലാഖമാർ പാടിയ ഗാനം. നിഷ്കളങ്കരായ കൊച്ചുകൂട്ടുകാർ സ്വർഗീയ ഗായകരോടൊപ്പം ദൈവനാമത്തെ വാഴ്ത്തിപ്പാടുന്ന ടെൻഡർ റൈംസിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പാടാൻ മാനന്തവാടി രൂപതയിൽ നിന്നും 4 കൊച്ചുകൂട്ടുകാർ എത്തിയിരിക്കുന്നു. അവരെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. ആദ്യമായി കടന്നു വരുന്നു അഖില. ഹായ് അഖില. ഹായ് ചേച്ചി. അഖില എവിടെ നിന്നാ വരുന്നത്? ഞാൻ മാനന്തവാടി രൂപതയിലെ പൂക്കോട്ടുംപാട ഇടവകയിൽ നിന്നാണ്. മോള് നന്നായിട്ട് പാട്ട് പാടുമല്ലേ? പാട്ട് കൂടാതെ ദൈവമൊക്കെ എന്തെല്ലാം കഴിവുകളാണ് നൽകിയിരിക്കുന്നത്? ഡാൻസ് കളിക്കാൻ, പഠിക്കാൻ. പള്ളിയിലെ പെരുന്നാളൊക്കെ വരുമ്പോൾ ഡാൻസ് കളിക്കൂ? കളിക്കാറുണ്ടല്ലേ? വീട്ടിലെ ഏറ്റവും കൂടുതൽ മോളെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാ? ചാച്ചനാണ്. ചാച്ചൻ പാട്ട് പാടുവോ? ചാച്ചനാണോ മോക്ക് പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തരുന്നത്? അതെ അല്ലേ? ചാച്ചന് ചെറുപ്പം തൊട്ടേ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചില്ല, ഇങ്ങനെ പള്ളി പാടി പാടി. ചാച്ചനും പള്ളി പാടാറുണ്ട്. വീട്ടിൽ വേറെ ആരെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കൂ? ചേട്ടായി വായിക്കും. ചേട്ടായി എന്ത് ചെയ്യുന്നു? ചേട്ടായി +2 പഠിക്കുകയാണ്. +2 പഠിക്കുന്നു. പള്ളിയിൽ പാട്ട് പാടും, ഇൻസ്ട്രുമെന്റ്സ് വായിക്കും, എല്ലാം ചെയ്യും. അതെ അല്ലേ? മോള് നല്ല രീതിയിൽ പാട്ടൊക്കെ പഠിച്ചോ? പാട്ട് പഠിച്ചു. അപ്പൊ നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുക. ദാവീദ് രാജാവ് ദൈവനാമത്തെ വാഴ്ത്തി പാടിയതുപോലെ ദൈവത്തെ സ്തുതിക്കുവാൻ ഇനി കടന്നു വരുന്നു ക്രിസ്റ്റീന. ഹായ് ക്രിസ്റ്റീന. ഹായ് ചേച്ചി. സുഖമാണോ? ക്രിസ്റ്റീന എവിടെ നിന്നാ വരുന്നത്? ഞാൻ മാനന്തവാടി രൂപതയിലെ ഒറ്റപ്ലാവ് ഇടവകയിൽ നിന്ന്. ക്രിസ്റ്റീന നന്നായിട്ട് പാട്ട് പാടും അല്ലേ? പള്ളി കൊയറിൽ പാടാറുണ്ടോ? ഉണ്ട്. എത്ര വർഷമായിട്ട് പാടുന്നു? ഞാൻ 1 വർഷമായി പാടി. 1 വർഷമായിട്ട് പാടുന്നല്ലേ? എല്ലാ ദിവസവും പള്ളിയിൽ പോകുമോ? പോകാറുണ്ട്. രാവിലെ പള്ളിയിൽ പാട്ട് പാടും പാടും അല്ലേ? മോക്ക് വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് ആരാ? പപ്പയും മമ്മിയും. പപ്പയും മമ്മിയും നന്നായിട്ട് പാട്ട് പാടുമോ? പാട്ട് പാടും. മോക്ക് പാട്ട് കൂടാതെ മറ്റ് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ? ഞാൻ നന്നായി പഠിക്കും. പാട്ടും പഠനവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നല്ലേ? ഇപ്പൊ നല്ല മിടുക്കി കുട്ടിയായിട്ട് വളർന്നു വരിക. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കും. ടെൻഡർ റൈംസിന്റെ വേദിയിലേക്ക് ഇനി കടന്നു വരുന്നത് ആർദ്ര മരിയ. ആദ്രമോളെ സുഖമാണോ? അതെ, സുഖമാണല്ലേ? പാട്ടൊക്കെ പഠിച്ചോ? മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, അനിയനും ഉണ്ട്, ചേട്ടനും ഉണ്ട്, ഞാനും. പപ്പ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ എന്ത് ചെയ്യുക? പട്ടാളത്തിലാണ്. വീട്ടിൽ ആരൊക്കെയാ പാട്ട് പാടുന്നത്? അമ്മയും ചേട്ടനും. അമ്മയും ചേട്ടനും പാട്ട് പാടും, മോളും പാടും. പള്ളിയിലെ കീബോർഡൊക്കെ വായിക്കുമോ? ഇല്ല, ഞാൻ കീബോർഡ് വായിക്കാറില്ല. പാട്ട് പാടും. ചേട്ടായി പാട്ട് പാടും. മോക്ക് വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് ആരാ? അമ്മയാണല്ലേ? മോളെ മത്സരത്തിനൊക്കെ കൊണ്ടുപോകുന്നത് അമ്മയാണോ? അതെ. ഒരു മത്സരത്തിന് പോയി പ്രൈസ് ഒക്കെ ലഭിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മ എന്ത് പറയും? അമ്മ പറയും ഇനിയും നന്നായിട്ട് പാടണം. ഇനി നന്നായിട്ട് പാടണം, നീ ധാരാളം സമ്മാനങ്ങൾ കിട്ടട്ടെ എന്ന് അമ്മ പറയും അല്ലേ? വീട്ടിലും നാട്ടിലും എല്ലാം മോക്ക് നല്ല സപ്പോർട്ടാണ്. ഷാലോം ടിവിയിലേക്ക് പോരുവാന്ന് പറഞ്ഞപ്പോൾ മോളുടെ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞേ? നന്നായിട്ട് പാടണം എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും ഒക്കെ മോക്കുണ്ടല്ലേ? നല്ല രീതിയിൽ പാട്ട് പാടുക. ഈശോ അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കും. മാലാഖമാർ ദൈവത്തെ സ്തുതിച്ചതുപോലെ തന്റെ സ്തുതിഗീതങ്ങളുമായി ഇനി കടന്നു വരുന്നു അശ്വിൻ. ഹായ് അശ്വിൻ. ഹായ് ചേച്ചി. സുഖമാണോ? അശ്വിന് ഏറ്റവും ഇഷ്ടമുള്ള ക്രിസ്തീയ ഭക്തി ഗായിക ആരാ? മിഥുല ചേച്ചി. മിഥുല ചേച്ചി എന്തുകൊണ്ടാണ് മോൻ ഇത്ര ഇഷ്ടപ്പെട്ടത്? ചേച്ചി എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മോളാ. മിഥുല ചേച്ചി പാടിയ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാ? കർത്താവിൻ കൈകളിൽ എന്നെ അഭയം എന്നുള്ള പാട്ട്. ആ പാട്ട് ചേച്ചി പാടി കേട്ടിട്ടുണ്ടോ? ചേച്ചി മോനെ പാട്ടൊക്കെ പഠിപ്പിക്കുമോ? കറക്ഷൻസ് ഒക്കെ തരും. നല്ല സപ്പോർട്ടാണല്ലേ? പാട്ട് കൂടാതെ മോന് ദൈവം നൽകിയിരിക്കുന്ന മറ്റു കഴിവുകൾ എന്തെല്ലാം? ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും, പിന്നെ അൾത്താരപാല സംഘത്തിൽ കയറും. പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അതെ അല്ലേ? പള്ളി പാട്ട് പാടുന്നില്ലേ? പാട്ട് പാടാൻ കൊയറിലുണ്ട്, അൾത്താര ബാലനായിട്ട് കൂടുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നല്ല മിടുക്കനായിട്ട് നിൽക്കുന്നു. അപ്പം നല്ലൊരു ഭാവിയുണ്ട്. ഭാവിയിൽ വലിയൊരു ഗായകനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കും. 4 കൊച്ചുകൂട്ടുകാരുടെ സുന്ദരവും വ്യത്യസ്തവുമായ ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി കടന്നു വരുന്നു അഖില.
അഖിലമോളെ ഏത് പാട്ടായിരുന്നു പാടുന്നത്? ദൈവം തന്നതല്ലാത്തൊന്നും. ആരെ ഈ പാട്ട് മോക്ക് സെലക്ട് ചെയ്തു വന്നേ? ചാച്ചൻ. എന്തുകൊണ്ടാണ് മോൾ ഈ പാട്ട് സെലക്ട് ചെയ്തത്? അത് ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നൊരു ഫീലിംഗ്. ഈ പാട്ടിലൂടെ ദൈവത്തിന്റെ ഒരു വലിയ സംരക്ഷണം മോക്ക് തോന്നുന്നുണ്ടല്ലേ? അതുകൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്. മോൾ ഈ പാട്ട് പള്ളിയിലൊക്കെ പാടാറുണ്ടോ? ഉണ്ട്. പാടാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പാട്ട് പാടുക. ഈശോ അനുഗ്രഹിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. സ്നേഹഗായകനായ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈ ഗാനം ആസ്വദിക്കാം. ഇല്ല എൻ്റെ ജീവിതത്തിൽ
മാതാവായ വിശുദ്ധ സിസിലിയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവനാമത്തെ വർണ്ണിക്കുവാൻ അടുത്തതായി കടന്നു വരുന്നു ക്രിസ്റ്റീന. ക്രിസ്റ്റീന, ഏത് പാട്ടാണ് ഇന്ന് പാടുന്നത്? ദിവ്യകാരുണ്യമേ സ്നേഹമേ. ഈ പാട്ട് വേറെ ഏതെങ്കിലും വേദിയിൽ മോള് പാടിയിട്ടുണ്ടോ? ഇല്ല, പാടിയിട്ടില്ല. പാട്ടൊക്കെ പാടാനായിട്ട് മത്സരത്തിനൊക്കെ പോകുമല്ലേ? പോവും. ഇപ്പോൾ നിരവധി പ്രൈസ് ഒക്കെ ലഭിച്ചിട്ടില്ലേ? ഉണ്ട്. എവിടെയൊക്കെ ലഭിച്ചിട്ടുണ്ട്? മിഷൻ ലീഗിൻ്റെ മത്സരത്തിന് പോകുമ്പോൾ പ്രൈസൊക്കെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിലെ മത്സരത്തിനൊക്കെ പോകുമ്പോൾ. ലളിതഗാനത്തിനാണോ? ആ, ലളിതഗാനത്തിന്. അപ്പം സ്കൂളിലും സൺഡേ സ്കൂളിലും എല്ലാം പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. ഈ ദിവ്യകാരുണ്യ ഈശോയെക്കുറിച്ചുള്ള ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം എന്താ? എനിക്ക് ഈശോയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. ഈശോയോടുള്ള സ്നേഹമുണ്ട്. മോൾ ആദ്യ കുർബാന സ്വീകരിച്ചതാണോ? സ്വീകരിച്ചതാണല്ലേ? ഇപ്പൊ ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹം മൂലമാണ് മോൾ ഈ പാട്ട് സെലക്ട് ചെയ്തത്. പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചോ? പഠിച്ചു. ടെൻഷനൊന്നും ഇല്ലാതെ നന്നായിട്ട് പാടുക. ഈശോ അനുഗ്രഹിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അപ്പത്തിന്റെ രൂപത്തിലായവൻ, ആ സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഗാനം ആസ്വദിക്കാം. നിന്നെ സ്വീകരിക്കാൻ
പരിശുദ്ധാത്മാവിന്റെ വീണയായ മാർ അപ്രേമിനോടും സകല സ്വർഗവാസികളോടും ചേർന്ന് സ്വർഗത്തിൽ വാഴുന്നവനെ സ്തുതിക്കുവാൻ അടുത്തതായി കടന്നു വരുന്നു ആർദ്ര മരിയ. ആർദ്ര ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? ഒത്തിരി സ്നേഹമായ ഒസ്തിയിൽ വാഴുന്ന. മോള് പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. എത്ര വർഷമായിട്ട് പഠിക്കുന്നു? 3 വർഷമായി പഠിക്കുന്നുണ്ട്. ആരാ മോളെ പാട്ട് പഠിപ്പിക്കുന്നത്? മോഹനമാഷ്. സാറിന്റെ അടുത്ത് പോയി പഠിക്കുമോ അതോ സാറ് മോളുടെ വീട്ടിലോട്ട് വരുമോ? സാറിൻ്റെ അടുത്ത് പോയി പഠിക്കും. എപ്പോഴൊക്കെയാ പഠിക്കുന്നത്? ഞായറാഴ്ചകളിൽ. എല്ലാ ഞായറാഴ്ചയും സാറിന്റെ അടുത്ത് പോയി പാട്ട് പഠിക്കും അല്ലേ? അതെ. പള്ളിയിലൊക്കെ പാട്ട് പാടാറില്ലേ? ആ. പള്ളി കൊയറിലുണ്ട്. അതെ. എല്ലാ ദിവസവും കൊയറിൽ പാട്ട് പാടാൻ പോവോ? പാടും. പാടാൻ പോകാറുണ്ടല്ലേ? അപ്പം നന്നായിട്ട് പാട്ട് പഠിച്ചോ? പഠിച്ചു. ടെൻഷനൊന്നുമില്ല, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ല രീതിയിൽ പാടുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിലേക്ക് നമ്മയും സമർപ്പിച്ചുകൊണ്ട് ഈ ഗാനം പാടി പ്രാർത്ഥിക്കാം. സ്നേഹമായോ സ്തിയിൽ വാഴുന്ന ഓർശലേം നാ
ദൈവസ്നേഹം തന്റെ ഗാനത്തിലൂടെ വർണ്ണിക്കുവാൻ ഇനി കടന്നു വരുന്നു അശ്വിൻ. അശ്വിൻ ഏത് പാട്ടാണ് ഇന്ന് പാടുന്നത്? അധരങ്ങളിൽ അലിയുന്നവൻ. ഈ പാട്ട് ഒറിജിനലായിട്ട് പാടിയത് ആരാന്നറിയോ? മധു ബാലകൃഷ്ണൻ. എന്തുകൊണ്ടാണ് മോൻ ഈ പാട്ട് ഇത്ര ഇഷ്ടപ്പെട്ടത്? ഈ പാട്ട് പാടുമ്പോൾ ഈശോയുടെ സാന്നിധ്യം എനിക്ക് തോന്നും. അതുകൊണ്ട് ഈ പാട്ട് മോന് സെലക്ട് ചെയ്ത് തന്നതാരാ? എൻ്റെ അച്ചായിയാ. മോൻ പള്ളിയിലൊക്കെ പാട്ട് പാടാറുണ്ടോ? ഉണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ പോകും? ആ. പള്ളി കൊയറിൽ അംഗമാണ്? ആ. അതെ അല്ലേ? ഇപ്പോൾ പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചോ? പഠിച്ചു. നല്ല ടെൻഷനൊന്നും ഇല്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് നന്നായിട്ട് പാടുക. ഈശോ അനുഗ്രഹിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഭക്തന്റെ മനസ്സാണ് പാട്ടിൽ ഇതൾ വിരിയുന്നത്. ആ സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ വാഴ്ത്തിപ്പാടാം. ആശ്വാസദായകൻ ദൈവം, അധരങ്ങളിൽ അലിയുമലിവുള്ളവൻ, ആശ്വാസദായകൻ ദൈവം, ഹൃദയങ്ങളിൽ വാഴും അഖിലേശ്വരൻ, മുറിവിൽ തലോടുന്ന സ്നേഹം, ഹൃദയങ്ങളിൽ വാഴും അഖിലേശ്വരൻ, മുറിവിൽ തലോടുന്ന സ്നേഹം, അധരങ്ങളിൽ അലിയുമലിവുള്ളവൻ, ആശ്വാസദായകൻ ദൈവം. ഹൃദയ കവാടം തുറന്നു ഞാൻ നിൽപ്പൂ, നീ എൻ്റെ ഉള്ളിൽ വന്നു വാഴാൻ. ഹൃദയ കവാടം തുറന്നു ഞാൻ നിൽപ്പൂ, നീ എൻ്റെ ഉള്ളിൽ വന്നു വാഴാൻ. അറിയുന്നാത്മാവിൽ ദിവ്യസ്നേഹം, അകതാരിൽ നിറയുന്ന ശാന്തി തീരം. അറിയുന്നാത്മാവിൽ ദിവ്യസ്നേഹം, അകതാരിൽ നിറയുന്ന ശാന്തി തീരം. അധരങ്ങളിൽ അലിയുമലിവുള്ളവൻ, ആശ്വാസദായകൻ
ആശ്വാസദായകൻ ദൈവം ആശ്വാസദായകൻ ദൈവം കാലിത്തൊഴുത്തും കാനായും കാൽവരിയും ദൈവിക ചരിത്രത്തിന്റെ 3 പുണ്യ ഇടങ്ങൾ. ഓരോ സംഗീതവും ദൈവസ്നേഹത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. ടെൻഡർ റൈംസിന്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. 4 കൊച്ചുകൂട്ടുകാരുടെ മനോഹരമായ ഗാനങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. വരും ആഴ്ചകളിൽ കൂടുതൽ മികവുറ്റ ഗാനങ്ങളുമായി വീണ്ടും കാണാം.